മഴ കനത്തതോടെ കോഴിക്കോട് ജില്ലയിൽ പലയിടങ്ങളിലായി വ്യാപക മണ്ണിടിച്ചിലും വെള്ളക്കെട്ടും രൂക്ഷമാവുകയാണ്. കൊയിലാണ്ടി, കൊല്ലം കുഞ്ഞോറമലയിൽ മണ്ണിടിച്ചിൽ തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. 25 കുടുംബങ്ങളിലെ 90 പേർ ഇപ്പോൾ ക്യാമ്പിൽ കഴിയുകയാണ്. കുഞ്ഞോറമലയിൽ മണ്ണിടിച്ചിൽ തുടരുന്ന പ്രദേശം കാനത്തിൽ ജമീല MLA സന്ദർശിച്ചു. നാഷണൽ ഹൈവേന്റെ വർക്ക് നടക്കുന്ന കുഞ്ഞോർമല, കൊയിലാണ്ടി മണ്ഡലത്തിലുള്ള കുഞ്ഞോർമല സൈഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ മലയുടെ അടുത്ത എൻ്റെ ബാക്കിലുള്ളത് 35-37 മീറ്ററോളം ഹൈറ്റിലാണ് ഇപ്പോൾ മണ്ണെടുത്തിരിക്കുന്നത്. അവിടെ ഇപ്പോൾ പൊട്ടി നിൽക്കുകയാണ്. ഇന്ന് രാവിലെയും വലിയ മണ്ണിടിച്ചിലാണ് ഉണ്ടായിട്ടുള്ളത്. ജനങ്ങളെല്ലാം തന്നെ വലിയ ഭീഷണിയിലാണ്. ഇവിടെ ഇപ്പോൾ കുറേ വീടുകൾ ഒഴിഞ്ഞ് ഞങ്ങൾ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇത് തുടക്കം മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കുഞ്ഞോർമല ഇത്രയും ഹൈറ്റിൽ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇതൊരിക്കലും ഇങ്ങനെ എടുക്കുന്നത് അശാസ്ത്രീയമല്ല എന്ന് ചോദിച്ചപ്പോഴെല്ലാം തന്നെ ടെക്നിക്കലായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും സമാധാനിപ്പിച്ച് പോകുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ വകാടും ഹൈവേ അതോറിറ്റിയും ഇതുവരെ പോയിട്ടുള്ളത്. ഇപ്പം ഇതിൻ്റെ അകത്ത് നിന്ന് വലിയ രീതിയിൽ ഉറവ് വരുന്നുണ്ട്. ഉറവ് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അതേപോലെ തന്നെ ഇവർ ഇതിനകത്തൊരു എന്താ പറയുക ഡ്രില്ല് അടിച്ച് കയറ്റിയിട്ടാണ് ഇത് സ്ഥിരമായിട്ട് ഇവിടെ നിർത്താം എന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ 13 മീറ്ററോളം നീളത്തിൽ ഇതിനെ ഈ മതിലിനകത്തേക്ക് ഡ്രില്ല് അടിച്ച് കയറ്റുമ്പോൾ എല്ലാ വീടുകളും ജർക്കിംഗ് ഉണ്ട്. ആ സമയത്ത് എല്ലാ വീടുകളും പൊട്ടിയിട്ടുണ്ട്. ചുമരെല്ലാം തന്നെ വിണ്ട് കിടക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ ഭാഗത്തും മലയിടിച്ചിൽ വരുന്നു. നമുക്കിപ്പോൾ അറിയാം, ശിരൂരിലടക്കം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ അറിയാം. എല്ലാവരും വളരെ ഭീഷണിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എല്ലാവർക്കും ഭയങ്കര പേടിയുണ്ട്. ഇവിടെ നിന്നും ആളുകളെ മാറ്റി താമസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇത് നമ്മൾ ഒരു 2 മാസം മുമ്പ് കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആയിട്ടുള്ള ഹൈവേ അതോറിറ്റിയുടെ ചുമതല കൂടിയുള്ള നിതിൻ ഗഡ്കരിക്ക് നമ്മൾ മെയിൽ അയച്ചിട്ടുണ്ട്. അതേപോലെ വേണ്ടപ്പെട്ട എല്ലാ ആളുകളുടെയും ശ്രദ്ധയിലേക്ക് ഇത് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇതിനൊരു നടപടി, മറ്റൊരു നടപടി ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടി ചെയ്തിട്ടില്ല. കൊയിലാണ്ടി ബൈപ്പാസ് നിർമ്മാണത്തിന് ആവശ്യമായി കുത്തനെയുള്ള കുന്നിടിച്ചു നിരത്തിയതാണ് ഇപ്പോൾ മണ്ണിടിച്ചിലിനു കാരണമായി പരിസരവാസികൾ പറയുന്നത്. ബൈപ്പാസ് റോഡ് നിർമ്മിച്ച പ്രദേശത്തേക്ക് മണ്ണും കല്ലും ഇടിഞ്ഞു വീഴുന്നതിനാൽ ഇതുവഴിയുള്ള എല്ലാ ഗതാഗതവും അധികൃതർ ഇപ്പോൾ വിലക്കിയിരിക്കുകയാണ്.